വിമാനമായ ഒരു പ്രൊജക്ടിന് ഇത്രയും കാലം ഇല്ലാത്ത വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് ഇപ്പോ ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിങ്ങളുടെ തർക്കം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് തർക്കമില്ലാത്തതാണ്, കേരളത്തിന്റെ മെട്രോ എന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയതിന് കേരള ജനങ്ങളുടെ അംഗീകാരവും ആദരവും ലഭിക്കേണ്ട മൂന്നാളുകൾ അത് മറ്റാരുമല്ല, അത് പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഇ ശ്രീധരനും അതുപോലെ തന്നെ ശ്രീ ഏലിയാസ് ജോർജ് ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകിയ ആളുകളുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും പറയുമ്പോൾ, സാർ സ്വാഭാവികമാണ്. സാർ, ഒന്നാം വർഷത്തെ ഒരു ഗവൺമെന്റ് ആഘോഷിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്വന്തമായ ഒരു നേട്ടം കൊണ്ടത് ആഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല. ഈ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. കേരളപ്പിറവിക്ക് മെട്രോ ഉദ്ഘാടനം ചെയ്യാമെന്ന ഈ ശ്രീധരന്റെ നവംബർ 1 തുറന്നു കൊടുക്കാമെന്ന ഈ ശ്രീധരന്റെ പ്രസ്താവനയെ പോലും വൈകിപ്പിച്ച് ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തിന് മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് UDFന്റെ കുഞ്ഞിന്റെ അച്ഛനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, 2004 അന്നത്തെ കേരള സർക്കാർ DMRCയോട് DPR ഉണ്ടാക്കാൻ പറഞ്ഞതും അതിനുശേഷം പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിനും ശേഷം 2011 UDF സർക്കാർ വീണ്ടും KMRലുമായി മുന്നോട്ട് വരുന്നത്. സാർ, 2012 അതിന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ അംഗീകാരം കിട്ടുന്നത്. മാർച്ച് 9 ഇ ശ്രീധരനെ അവന്റെ ചുമതലപ്പെടുത്തുന്നതായി DMRC ഉത്തരവിറക്കിയത്. സാർ, 2012 ജൂലൈയിലാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ക്ലിയറൻസ് കിട്ടുന്നത്, ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടുന്നത്. 2012 സെപ്റ്റംബറിലാണ് മൻമോഹൻ സിംഗ് അതിന് തറക്കല്ലിടുന്നത്. 2013 ജൂണിലാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 2013 മെയ്യിലാണ് DMRCയും MDയും തമ്മിലുള്ള ഏലിയ ജോർജും തമ്മിലുള്ള MOU ഒപ്പുവെക്കുന്നത് ഫസ്റ്റ് ഫേസിന് വേണ്ടി. സാർ, ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂണിൽ ആരംഭിക്കുന്നു. സാർ, 2013 ഒടുവിൽ KMRCയിൽ അവിടെ കനറ ബാങ്കുമായി ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് അഗ്രിമെന്റ് വെക്കുന്നു. 2013 ജൂൺ 19 22 സ്റ്റേഷനുകൾക്ക് ക്യാബിനറ്റിന്റെ തീരുമാനം വരുന്നു. സെപ്റ്റംബറിൽ ആദ്യ സ്റ്റേഷന്റെ നിർമ്മാണം കലൂരിൽ തുടങ്ങുന്നു. സാർ, 2014 ഓഗസ്റ്റിൽ കോച്ച് ഉണ്ടാക്കാനുള്ള കരാറിൽ നമ്മുടെ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നു. 15 ജൂൺ 10 ഈ മെട്രോയുടെ ഓട്ടോമേറ്റഡ് ടിക്കറ്റ് സംവിധാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. 2015 സെപ്റ്റംബർ 4 കൊച്ചി മെട്രോയുടെ പുതിയ ലോഗോ ഡിസൈനും അവതരിപ്പിക്കുന്നു. സാർ, 2016 ജനുവരി 2 മെട്രോയുടെ ആദ്യ സെറ്റ് കോച്ചുകൾ നമുക്ക് അവർ കൈമാറുന്നു. ജനുവരി 12 കോച്ചുകൾ മുട്ടമ്പയാടിലെത്തുന്നു. 2016 ജനുവരി 23 മുട്ടമ്പയാടിൽ കോച്ചുകളുടെ പരീക്ഷണ ഓട്ടം തുടങ്ങുന്നു. മാർച്ച് 21 മുട്ട മുതൽ എടപ്പള്ളി വരെ കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടം ഉൾപ്പെടെ ആ പദ്ധതിയുടെ 90% ജോലികളും കർമ്മധീരമായി നേതൃത്വം നൽകി കൊച്ചി ടൌണിൽ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് കേരള വികസന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ എഴുതി ചേർത്തത് അത് മറ്റാരുമല്ല, അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ വേണ്ട. പക്ഷെ അതിന് വിവാദങ്ങളുടെ ഡേറ്റിന്റെ പേര് പറഞ്ഞിട്ടുള്ള ആരുദ്ഘാടകനാവണം തന്നുള്ള വിവാദങ്ങളിലേക്കെങ്കിലും അതിനെ തള്ളിയിടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഒന്നാം വർഷത്തിൽ നിങ്ങൾക്ക് നവംബർ 1 കേരളത്തിന്റെ 60ാം വയസ്സിന് കേരളപ്പിറവിക്ക് അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. അതിന് പകരം ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തേക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു വെക്കാനില്ലാത്തതുകൊണ്ട് ഈ പദ്ധതിയുടെ പേരിൽ അത് ആഘോഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ഗവൺമെന്റ് മാറേണ്ടി വരുമായിരുന്നില്ല. എന്തായാലും സാർ, ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യം വരുന്നുണ്ട്. എല്ലാം ശരിയാക്കാമെന്നുള്ള മുദ്രാവാക്യം അത് മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും പിള്ളയെ സംബന്ധിച്ചും മാണി സാറിനെ സംബന്ധിച്ചുള്ളതൊക്കെ ഇപ്പം മറന്ന് നിങ്ങൾ പെരുമാറുമ്പോൾ അതൊക്കെ ഓർമ്മയുള്ള ഒരു വിഭാഗം അവരിവിടെ ജീവനോടെ ഉണ്ട്. അത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ഈ ധനകാര്യ ബില്ലിനെ എതിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സാർ, വെരി ഗുഡ്. യെസ്.